ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയെ തൊണ്ടി മുതലടക്കം പിടികൂടാൻ വലവിരിച്ചത് ലോക്കൽ പോലീസല്ല, സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമാണ്. എന്നിട്ടും ഡാൻസ് ഓഫിന്റെ നീക്കം പാളി. വാതിലടഞ്ഞു നിന്നാൽ രക്ഷപ്പെടാൻ മറുവശത്ത് തുറന്നു കിടക്കുന്ന ജനലുകൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലീസിനായില്ല. അതാണ് തെളിവടക്കം എടുത്ത് രക്ഷപ്പെടാൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് കഴിഞ്ഞത്. ഡാൻസ് ഓഫ് ടീമിലെ 2 പേരെ താഴെ കാവലിൽ നിർത്തിയിരുന്നുവെങ്കിൽ പോലും വിരിച്ച വല പൊട്ടില്ലായിരുന്നു. ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങിയോടിയ പ്രമുഖ നടൻ ആദ്യം ബൈക്കിലും പിന്നാലെ മറ്റേതോ വാഹനത്തിലും കൊച്ചി സിറ്റിയും എറണാകുളം ജില്ലയും അയൽ ജില്ലയും സംസ്ഥാന അതിർത്തിയും കടന്നിട്ടും പിടികൂടാനായില്ല. ഇതുപോലെയാകുമോ ഇന്ന് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയ കേസും? കണ്ണികൾ ശരിയായി ചേർത്ത് വയ്ക്കാനാകാതെ രജിസ്റ്റർ ചെയ്ത കേസ് ഡാൻസ് ഓഫിന്റെ വല പോലെ പൊട്ടിപ്പോകുമോ? അതോ വിചാരണയ്ക്ക് മുൻപേ അവസാനിക്കുന്ന ഒന്നായി ഷൈൻ ടോം ചാക്കോ പ്രതിയായ 2ാം ലഹരി കേസും മാറുമോ? കൊക്കൈൻ കേസ് പോലെ ഈ കേസിലും പോലീസിന് പിഴച്ചോ എന്ന സംശയമാണ് ഉയരുന്നത്. ചട്ടം പിഴച്ചോ എന്നാണ് ചോദ്യം. ചർച്ചയിൽ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറിയും നിർമ്മാതാവുമായ സജി നന്ദിയാട്ട്, രഞ്ജിനി നടി, രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകൻ, സക്കറിയ ജോർജ് റിട്ടയർഡ് SP, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി അഭിഭാഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ സക്കറിയ ജോർജിലേക്ക് പോവുകയാണ്. ശ്രീ സക്കറിയ ജോർജ്, ഇന്നിപ്പോൾ പോലീസിന്റെ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഷൈൻ ടോം ചാക്കോ ചില കാര്യങ്ങൾ സമ്മതിക്കുന്നു. അതിന്മേൽ 2 വകുപ്പുകൾ ചുമത്തിയിട്ടാണ് NDPC 2 വകുപ്പുകൾ സെക്ഷൻ 29 സെക്ഷൻ 27 ചുമത്തിയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളുമാണ്. എത്രത്തോളം ബലമുള്ള കേസാണിത്? കേസിന് ബലം വേണമെങ്കിൽ മെറ്റീരിയൽ ഓബ്ജക്റ്റ് തൊണ്ടി വേണം. അല്ലാതുള്ള കാര്യങ്ങളൊക്കെ കോടതി വരുമ്പോൾ കോടതി അതിൻ്റെ എവിഡൻസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, അതെങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. ചിലപ്പോഴേ ഇനിയും തൊണ്ടി ഉണ്ടെങ്കിൽ തന്നെ മാനിപ്പുലേഷനൊക്കെ നടത്തി കൃത്രിമമൊക്കെ കാണിച്ചിട്ട് പ്രതികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി വക്കീലന്മാർ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പോലീസ് ചെയ്തത് അന്നത്തെ ദിവസം ഓടിച്ചാടി പോയ സമയത്ത് പിടിക്കുമായിരുന്നെങ്കിൽ അന്ന് ബ്ലഡ് സാമ്പിളും അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റും ഒക്കെ നടത്തുമായിരുന്നെങ്കിൽ കുറേ കൂടെ സ്ട്രോങ് എവിഡൻസ് ഇയാളിലേക്ക് കിട്ടിയേനെ. ചിലപ്പോൾ ഇയാളുടെ കൈവശം ഉപയോഗിച്ചതിൻ്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ, ഇപ്പം അടുത്തൊരു ചോദ്യം വരാം, ഉപയോഗിച്ചോ എന്നുള്ളതിന് എന്താ ഉറപ്പെന്നുള്ളതും. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ സാധാരണ ബിഹേവിയർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടില്ല പോലീസിനെ കണ്ടാൽ ഓടേണ്ട കാര്യമില്ല. അപ്പോൾ അതൊരു സസ്പീഷൻ തരുന്നുണ്ട്. അയാൾക്കെതിരെ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ടിൻ്റെ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും റിസ്ക് എടുത്തിട്ട് മേളിൽ നിന്ന് ചാടുന്നു, പിന്നെ ആ പറയുന്ന പ്രതലം പൊട്ടി ഇയാൾക്ക് തന്നെ ജീവൻ അപായം ഉണ്ടാകാവുന്നതാണ്. അത് കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നു. അപ്പോൾ ഈ ചാട്ടം എവിടെയെങ്കിലും പിടിച്ചു പോയെങ്കിൽ ജീവൻ തന്നെ പോകാം. അപ്പോൾ അതിനകത്ത് ഒരു മാറ്റർ ഓഫ് ലൈഫ് ഓർ ഡെത്ത്, ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു കാര്യം വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഇന്ന് ടെക്നോളജി അതുപോലെ ഡെവലപ്പ് ചെയ്തു. ഇയാൾ നേരത്തെ കേസിൽ പെട്ടതാണ്. പോലീസിന് പല കേസുകളിനകത്തും പ്രതികളെ പിന്നെ മൊബൈൽ വഴി ടവർ ലൊക്കേഷനൊക്കെ നോക്കി പിടിക്കാവുന്നതായിരുന്നു. കേരളം വിടുന്നതിന് മുമ്പേ നമ്മൾ TV കണ്ടത് തമിഴ്നാട്ടിൽ പോയി എന്നാണ്. അത് തമിഴ്നാട്ടിൽ പോയോ വേറെ എവിടെയെങ്കിലും ഹൈഡ് ഔട്ടിൽ പോയിട്ട് അഡ്വക്കേറ്റ്സിൻ്റെ ഒക്കെ അഡ്വൈസൊക്കെ തേടി ഇവിടെ നോട്ടീസൊക്കെ കിട്ടിയുകൊണ്ട് വന്ന് ഹാജരായി ഇങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞതാണോ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി അടുത്തത്, ഇനി ഡിഫൻസ് വരുമ്പോൾ ഈ ചാടിപ്പോയതൊക്കെയല്ലേ, അത് ഞങ്ങൾ ഈ അടുത്തിടയിൽ എടുക്കാൻ പോകുന്ന ഒരു സിനിമയുടെ തിരക്കഥയൊക്കെയാണ്, ഞാനൊരു റിഹേഴ്സൽ ചെയ്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വക്കീലന്മാർ ഉപദേശമൊക്കെ കൊണ്ടുവരും. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പിടിക്കുമായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ഉപദേശത്തിനും അതിൻ്റെ പേരിൽ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ടും കോടതിയിൽ നിന്ന് ഒരു ലീനിയൻ വ്യൂ ഒക്കെ കിട്ടുന്ന അവസരം ഒഴിവാക്കാമായിരുന്നു. ടെക്നോളജി ഇത്ര അഡ്വാൻസ് ആയപ്പോഴേ പോലീസ് എന്തുകൊണ്ട് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ക്രിമിനൽസിനെ കൂട്ടിലടയ്ക്കാൻ ശ്രമിക്കുന്നില്ല? അങ്ങനെ കൂട്ടിലടയ്ക്കാത്തത് കൊണ്ട് എന്തു പറ്റുന്നു? ആൾക്കാർക്ക് ഒരു സന്ദേശം കൊടുക്കുവാണ്, പിടിക്കാതെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും രക്ഷപ്പെടാം. നമ്മൾ കണ്ടു മോൻസം മാവുങ്കൽ കേസിനകത്ത് പെൻഡ്രൈവ് പോകുന്നു, കത്തിക്കുന്നു. അതുപോലെ ഹോട്ടൽ 18 പഴയ ഒരു ശശീന്ദ്രൻ കേസിനകത്തെ ലാപ്ടോപ്പ് കാണാതാകുന്നു. ശോഭന ജോർജിൻ്റെ പഴയ കേസിനകത്തെ പ്രിൻ്റർ കാണുന്നില്ല. ഇങ്ങനെയൊക്കെ വ്യാജരേഖ കേസ്, ഇതിങ്ങനെയൊക്കെ എത്രയോ കേസുകളിൽ
ക്രിമിനൽസ് ഇങ്ങനെ സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. ഇവിടെ ഒരു റൂൾ ഓഫ് ലോ ഉണ്ടെന്നുള്ള പ്രൂവ് ചെയ്യണമെങ്കിൽ റൂൾ ഓഫ് ലോയ്ക്ക് ഒരു സുപ്പീരിയോറിറ്റി നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള നിയമ നടത്തിപ്പിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ കണ്ടാലേ ജനങ്ങൾക്ക് ഭയം വരുള്ളൂ. പ്രത്യേകിച്ച് കുറ്റവാളികൾക്ക് ഭയം വരണം എന്ന് പറയുന്നത് കുറ്റവാളികൾക്ക് ഭയം വേണം. നിയമം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ഭയവുമില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ മിനിസ്റ്റർ പറയുന്നത് കേട്ടു, എക്സൈസ് മന്ത്രി പറയുന്നത് കേട്ടു, ലഹരി എവിടെ ഉണ്ടെങ്കിലും പിടിക്കുമെന്ന്. ലഹരി എന്ന് പറയുമ്പോൾ മദ്യമൊക്കെ ലഹരിയാണ്. ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്ന ഏത് കാര്യവും ലഹരിയാണ്. അപ്പോൾ സർക്കാർ തന്നെ മദ്യം വിൽക്കുന്നു. പാലക്കാട് അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ തന്നെ പുതിയ ഡിസ്റ്റിലറി ബ്രൂവറി ഒക്കെ കൊണ്ടുവരുന്നു. ഇതെല്ലാം കാണുമ്പം ജനത്തിന് മനസ്സിലാകുന്ന എന്താണ്, ഇവിടെ ആർക്കും എന്തും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. തൽക്കാലം പോലീസിന് വെട്ടിച്ചൊന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി. വാഹനാപകട കേസിൽ 10 പേരെ ഇടിച്ചു കൊല്ലുന്ന ഡ്രൈവറും മദ്യപിച്ചിട്ടുണ്ട്, ഇറങ്ങിപ്പോയിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് മദ്യത്തിന്റെ ഇമ്പാക്റ്റ് പോയി കഴിയുമ്പോൾ അയാൾ പതുക്കെ കയറി വരും. അയാൾ രാഷ്ട്രീയക്കാരെ പിടിക്കും. അവരെല്ലാം കൂടെ കയറി വന്നിട്ട് നമ്മുടെ വ്യവസ്ഥിതിയെ മൊത്തം ആക്ഷേപിച്ചുകൊണ്ട് സിസ്റ്റത്തെ റിഡിക്യൂൾ ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഹാർഡായിട്ടുള്ള ശിക്ഷ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അങ്ങനെ ഒരു സംവിധാനമുണ്ടോ എന്നതാണ് താങ്കളും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത് അല്ലേ? ഇപ്പോൾ പോലീസിന് എടുത്തിരിക്കുന്ന കേസ് പോരാവുന്ന തരത്തിൽ തന്നെയാണ് എന്നതിന്റെ സൂചനകളാണ്. കാരണം സബ്സ്റ്റൻസ് കിട്ടിയിട്ടില്ല. ഈ പറയുന്ന ഫോൺ കോളുകളുടെ രേഖകളുണ്ടെന്ന് പറയുന്നു. ഈ ലഹരി കൊണ്ടുവന്ന ആളുകളുമായി ഫോണിൽ സംസാരിച്ചതിന് തെളിവുകളുണ്ടെന്ന് പറയുന്നു. അത് എത്രത്തോളം ബലമുള്ളതാണ്? ഇനിയിപ്പോൾ ലഹരി ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ തന്നെ ഇപ്പോൾ കോടതിയിൽ പോയാൽ എനിക്കിങ്ങനെ ഒരു പിഴവ് പറ്റിപ്പോയി എന്ന ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണെങ്കിൽ പിഴ അടച്ചു പോരാവുന്ന രൂപത്തിൽ ഇറങ്ങാമല്ലോ. ഇതൊരു 6 മാസം മാത്രം ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമായി മാറുമോ എന്നുള്ളതാണ്. ശ്രീ പ്രിയദർശൻ തമ്പി, അങ്ങനെയല്ലേ? അല്ല, ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നിയമത്തെയും നീതിയെയും നമ്മൾ രണ്ടായി കാണണം എന്നുള്ള അഭിപ്രായക്കാരനാണ് വ്യക്തിപരമായി ഞാൻ. കാരണം പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. കാരണം പോലീസ് ഈ വേദാന്ത ഹോട്ടലിൽ വെച്ച് എന്തോ അയാളുടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ പോലീസ് അവിടെ ചെന്നത്. അവിടെ വെച്ച് ഇതുപോലെ തന്നെ ഈ പറയുന്ന നർക്കോട്ടിക് സബ്സ്റ്റൻസ് കൈമാറപ്പെടുന്നു എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്പോട്ടിലെത്തി. പക്ഷേ പോലീസിന് ദൗർഭാഗ്യവശാൽ എന്തോ ഒന്നുകിൽ അവരുടെ ഇൻഫർമേഷൻ ലീക്ക് ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് ആ പ്രതിയെ അവിടെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും വലിയ പോരായ്മയാണ്. ഈ പറയുന്ന ഷൈൻ ചാക്കോയെ ആ സ്പോട്ട് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു കേസ് ആകുമായിരുന്നു ആ സംഭവം. പക്ഷെ അയാൾ അവിടെ രക്ഷപ്പെട്ടു. പക്ഷെ രക്ഷപ്പെട്ടു എങ്കിൽ ഇപ്പോൾ ഈ കേസ് എടുത്തത് നന്നായി എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം ഇന്ന് അയാളെപ്പോൾ വെറുതെ ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചിരുന്നുവെങ്കിൽ അത് സമൂഹത്തിന് വലിയ തെറ്റായ ഒരു മെസ്സേജ് ആയിരിക്കും നൽകുന്നത്. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു കൊക്കൈൻ കേസിലെ പ്രതിയാണ് അയാൾ. സിനിമ ആണെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ആ കേസ് 2015 നടന്ന സംഭവമാണ്. എറണാകുളത്തെ കേരളത്തിന്റെ എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു ഏറ്റവും വലിയ പട്ടണത്തിന്റെ നടുക്ക് വെച്ചൊരു ഫ്ളാറ്റിൽ വെച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടതാണ്. ആ കേസ് 2015 നടന്ന കേസിന്റെ വിചാരണ പൂർത്തിയായി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആ കേസിന്റെ വിധി വന്നത്. സാങ്കേതികമായ കാരണങ്ങളാൽ, അതായത് ഏറ്റവും ബ്രീഫായി പറഞ്ഞാൽ സെക്ഷൻ 50 എന്ന് പറയുന്നത് NDPS ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സെക്ഷൻ 50യുടെ കംപ്ലയൻസ് ഇല്ലെങ്കിൽ ആ കേസ് നിലനിൽക്കില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ പോലീസുകാർക്കും അറിയാം. ആ കേസ് സെക്ഷൻ 50യുടെ കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് ഓഫീസറിന്റെ സാന്നിധ്യത്തിൽ ഒരു കേസ് കോൺട്രാബാൻഡ് ഉള്ള ആളിനെ പരിശോധിക്കണം, അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ പരിശോധിക്കണമെന്നുള്ള ആ മാൻഡേറ്ററി പ്രൊവിഷൻ കംപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ് കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കോടതിക്ക് മുമ്പിൽ വരുന്ന തെളിവുകൾ മാത്രമല്ലേ കോടതിക്ക് പരിശോധിക്കാൻ കഴിയൂ. അതുകൊണ്ട് ആ കേസ് വെറുതെ വിട്ടു. അങ്ങനെ വെറുതെ വിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ പറയുന്ന സിനിമാ നടൻ നമ്മുടെ സമൂഹത്തെയാകെയും നമ്മുടെ നിയമ സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ വീണ്ടും ഒരു ഇതിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത്. അതിൽ പോലീസ് ഇപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നു. ആ കേസ് ഇപ്പോഴത്തെ ഒരു കേസിന്റെ മെറിറ്റ് വെച്ച് പരിശോധിച്ചാൽ ഇപ്പോൾ ഉള്ള അവൈലബിൾ മെറ്റീരിയൽസ് വെച്ചിട്ട് അദ്ദേഹത്തിന് ആ കേസ് എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യുന്നുള്ളതിനൊക്കെ എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം 27ഉം 29ഉം വെച്ചാണ് NDPS ആക്ടിലെ പ്രൊവിഷൻ വെച്ചാണ് കേസ് എടുത്തിരിക്കുന്നത്. 27 നമുക്കറിയാം കൺസ്യൂമിംഗ് നർക്കോട്ടിക് സബ്സ്റ്റൻസ് എന്നുള്ളതാണ്. കാരണം ഏത് തരത്തിലുള്ള നാർക്കോട്ടിക് സബ്സ്റ്റൻസും, അത് കൊക്കൈൻ ആയാലും ശരി, മെറ്റാമോർഫിൻ ആയാലും ശരി, ഈ പറയുന്ന MDMA ആയാലും ശരി, അതെല്ലാം നിരോധിക്കപ്പെട്ട ബാൻഡ് ഐറ്റമാണ്. അതിൽ ഏത് ക്വാണ്ടിറ്റി, സ്മോൾ ക്വാണ്ടിറ്റി ആയാലും ശരി, ഒരു സിഗരറ്റിൽ ഫില്ല് ചെയ്യാവുന്ന ക്വാണ്ടിറ്റി ആയാലും ശരി, അത് ഒരാൾ പ്രൊസസ് ചെയ്യുന്നത് ഒഫൻസാണ്.
ആ ഒരു ഒഫൻസാണ് 27 എന്ന് പറയുന്ന ഒഫൻസ്. 29 എന്ന് പറയുന്നത് ഈ പറയുന്ന അബറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കോമൺ ഇന്റൻഷൻ, IPCയിലെ കോമൺ ഇന്റൻഷന് ഏറെക്കുറെ സമാനമായ ഒരു പ്രൊവിഷനാണ് 29. അപ്പൊ അത് ഈ ഏതാണോ മേജർ ഒഫൻസ് ആ ഒഫൻസിനെ കോറിലേറ്റ് നിൽക്കുന്നതാണ് 29. അതുകൊണ്ട് തന്നെ ഈ 27 എന്ന് പറയുന്നത് സ്മൃതി ഇവിടെ ശരിയായ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ദുർബലമായ ഒരു കമ്പാരിറ്റീവ്ലി ചെറിയൊരു ഒഫൻസാണ്. അതിന്റെ പണിഷ്മെന്റ്, മാക്സിമം പണിഷ്മെന്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 6 months, വിച്ച് മേ എക്സ്റ്റെൻഡ് ടു, അതിലും കുറച്ച് ശിക്ഷിക്കാം കോടതിക്ക്. വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 6 months എന്ന് പറയുന്ന പണിഷ്മെന്റ് മാത്രം വരുന്ന ഒരു കേസാണ്. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചു എന്നത് തെളിയിക്കേണ്ടതുണ്ട്. പ്രേരിപ്പിച്ചു എന്നൊക്കെയുള്ളത് ഇനി അങ്ങോട്ട് തെളിയിക്കേണ്ട കാര്യവുമാണ്. നിരവധി തെളിവുകൾ കിട്ടി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി പോലീസ് പിടിക്കാൻ പോകുമ്പോൾ, ഡാൻസ് ഓഫ് പിടിക്കാൻ പോകുമ്പോൾ വാതിൽ മുട്ടി നേരായ വഴിയിലൂടെ മാത്രം പിടിക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഷൈൻ ടോം ചാക്കോയെ പിടിക്കാനല്ല പോയിട്ടുള്ളത്. മറ്റൊരാളെ തിരഞ്ഞു പോയപ്പോൾ ആ പേര് രജിസ്റ്ററിൽ കണ്ടപ്പോൾ അങ്ങോട്ട് കയറി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത്രയും ശ്രദ്ധയില്ലാതെയാണോ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത്? ഒരു തവണ പറ്റിയ വീഴ്ചയാണ് വീണ്ടും തുടർച്ചയായി ആ രൂപത്തിൽ സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ സംശയിക്കാം. ഞാൻ വരാം. നിയമ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് അപ്പുറം മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. ശ്രീ സജി നന്ദ്യാട്ട്, ഇന്നിപ്പോൾ ഈ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, അതിനുശേഷം ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ നടത്തുന്ന വെളിപ്പെടുത്തൽ, അത് ഒരാളിൽ നിൽക്കില്ല. യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിൽ മറ്റാരൊക്കെയോ ഇത് ഉപയോഗിക്കുന്നു എന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഇയാൾ നൽകിയ വിവരത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ടെക്നീഷ്യൻസ് ഉണ്ട്, സിനിമാ മേഖലയിൽ ഇത് വരുന്ന വഴിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതൊരു സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത നിങ്ങൾ എങ്ങനെ കാണുന്നു? ഞാനിപ്പോൾ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന് മാത്രമല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലാണ്. സിനിമ ചേംബറോ പ്രൊഡ്യൂസറോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സിനിമാ മേഖലയിലെ ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിൻ്റെ കണ്ണികൾ ഇതിലുണ്ട്, സംശയം തിരിക്കുന്നു. കാരണം സിനിമാ മേഖലയിലേക്ക് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ ലഹരി എന്ന് പറയുന്നത് എത്തിക്കുന്ന അതേ ആൾക്കാർ തന്നെ മറ്റു പല നടന്മാർക്കും ഇത് എത്തിക്കുന്നുണ്ട്. ഇതൊരു വലിയ കണ്ണിയാണ്, ഇതൊരു വലിയ ചെയിനാണ്. ഇത് പോലീസും എക്സൈസും ശക്തമായ തലത്തിൽ അവർ ഇതിന് നിയമപരമായി മാത്രമല്ല ശക്തമായ അന്വേഷണം വളരെ ഗൗരവമായി അവരിതിനെ ഗവൺമെന്റ് ഉൾപ്പെടെ കണ്ടാൽ ഇത് നമുക്കൊരു പരിധിവരെ ഇതിന്റെ സോഴ്സ് അവസാനിപ്പിക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, തെളിവുണ്ടോ തെളിവില്ലയോ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൊണ്ടി മുതലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ ദുർബലമായ വകുപ്പ് അതിവിടെ നിയമവിദഗ്ധർ, അതൊരു SP, റിട്ടയർഡ് SP-യും അതുപോലെ പ്രിയദർശൻ തമ്പിയെ പോലെയുള്ള വിദഗ്ധരും ഒക്കെ ഇവിടെ അഭിപ്രായപ്പെടുമ്പോൾ ഇത് നമ്മളെ വീണ്ടും ആശങ്കപ്പെടുത്തുകയാണ്. കേവലം ഒരു ചർച്ച കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ഇത് നമ്മൾ മറക്കുന്നു. വീണ്ടും ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ ശ്രീനാഥ് ബാസിയെ ഞങ്ങൾ മാറ്റി നിർത്തിയപ്പോൾ ഈ ചാനലുകളെല്ലാം കൂടെ ഈ ആളുടെ തൊഴിൽ ഞങ്ങൾ എന്തിനാണ് മുടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെക്കെതിരായിട്ടൊരു വികാരം ഉണ്ടാക്കുക ചെയ്തത്. അപ്പോൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ചാനലുകൾ ഉൾപ്പെടെ നമ്മുടെ മുഴുവൻ പൊതുസമൂഹം ഉൾപ്പെടെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിന് രംഗത്ത് വരുമ്പോൾ, സിനിമ എന്ന് പറഞ്ഞാൽ മാത്രമല്ലോ നമ്മുടെ സമൂഹം, സിനിമയിൽ നിന്നും ഇത്തരം ഈ പറഞ്ഞ ലഹരി ഉപയോഗം മാറ്റുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്, നല്ലൊരു ഇൻഡസ്ട്രി നമുക്ക് കിട്ടും. ഇവിടെ ഷൈൻ ടോം ചാക്കോയെ ഉൾപ്പെടെയുള്ളവരെ ശക്തമായി ശിക്ഷിക്കണം. ഇദ്ദേഹത്തിന്റെ 3 ഫോൺ ഉപയോഗിച്ചു ഷൈൻ ചാക്കോ ഇന്ന് ഒരു ഫോണുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി ഫോണിനെ കുറിച്ച് അന്വേഷിക്കണം പോലീസ്. ആ ഫോണിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കും, അതിൽ നിന്ന് നമുക്ക് ഒത്തിരി തെളിവുകൾ ലഭിക്കും. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചുകൊണ്ട് ഇതിന്റെ കണ്ണുകളെ മുഴുവൻ വെളിയിൽ കൊണ്ടിരുന്ന വലിയൊരു പ്രോസസ്സിങ്ങിന് പോലീസ് തയ്യാറാവണം. അതല്ലാതെ വെറുതെ ചാനലുകളെല്ലാം 2-3 ദിവസമായി ഇങ്ങനെ ഒരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു ഐ വാഷിംഗ് പോലെ ഇത് കാണരുത് എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ അതായത് ഷൈൻ ടോം ചാക്കോയെ പോലീസ് അവിടെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഷൈൻ്റെ പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വരികയാണ്. അമ്പാട്ട് ഫിലിംസിന്റെ ബാനറിൽ റോബിൻസ് മാത്യു നിർമ്മിച്ച് GM മനു സംവിധാനം നിർവഹിക്കുന്ന ദി പ്രൊട്ടക്ടർ എന്ന സിനിമ, അതിന്റെ പോസ്റ്ററാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ബൈബിൾ വാചകം ടാഗ്ലൈൻ ആക്കിയിട്ടാണ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ത് മെസ്സേജാണ്? ഈ സമയത്ത് ഷൈൻ ടോം ചാക്കോ ഈ ഓട്ടം കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ട മെസ്സേജ് പോലെ തന്നെ ചുണ്ടിൽ എരിയുന്ന സിഗരറ്റുമായി നിൽക്കുന്ന ഷൈൻ്റെ ചിത്രത്തോടു കൂടിയുള്ള ഈ ടാഗ്ലൈനിൽ വന്നിരിക്കുന്ന പോസ്റ്റർ. അപ്പോൾ നിങ്ങളുടെ സിനിമാ മേഖലയിൽ നിന്നും ഇതിൽ ഒരു വെല്ലുവിളിയുടെ സ്വരം ഉയരുന്നുണ്ട്. അത് ഞങ്ങളല്ല, ഞങ്ങളിൽപ്പെട്ടവരല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
അല്ല, സിനിമാ മേഖലയിൽ നിന്ന് ഒരിക്കലും ഒരു വെല്ലുവിളി ഉണ്ടാവില്ല. കാരണം ഈ മേഖല ശുദ്ധീകരിക്കപ്പെടണം. ഇവിടെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? സിനിമാ മേഖലയിൽ പണം മുടക്കുന്നവരാരും ആയിരിക്കില്ല. ഇത് പറയില്ല, പൊട്ടന് ലോട്ടറി അടിച്ച പോലെ കുറെ കാശ് കയ്യിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പൊട്ടൻ ബോട്ട് കേട്ട പോലെ കോടാനുകോടി രൂപ ഇവർക്ക് ലഭിക്കുകയാണ്. ഇറങ്ങുമ്പോൾ ആരാധകര്, ഇവർക്ക് ചുറ്റും ഇവർക്ക് പരവതാനി വിരിച്ചു കൊടുക്കുന്ന ഒരു സമൂഹം. ഇത് കാണുമ്പോൾ ഇവർ നിലമറന്ന് ഇവർ പെരുമാറുകയാണ്. നമ്മുടെ മലയാളത്തിലെ എത്രയോ നല്ല പ്രതിഭകളായ ആർട്ടിസ്റ്റുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ, വളരെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 3-4 പേര് ഇവിടെ പറയാത്തത് അറിഞ്ഞുകൊണ്ടല്ല, വെറുതെ അവർക്ക് നമ്മൾ വീണ്ടും ഒരു ഭയാനകരമായ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കേണ്ടതെന്ന് ഓർത്താണ്. മലയാളത്തിലെ പ്രമുഖരായ ഈ യുവജനങ്ങളുടെ ഇടയിൽ 3-4 ചെറുപ്പക്കാര് സംഭവിക്കാൻ പോകുന്നത് കണ്ടോണം. സമീപ ഭാവി നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മാതാപിതാക്കൾക്ക് ഇവരുടെ മേലൊരു കമാൻഡിങ് ഇല്ല. ഇവർ ഡി അഡിക്ഷൻ സെന്ററിൽ ചെന്നാലും ഇവർ രക്ഷപ്പെടില്ല. കാരണം 2015 കൊക്കൈൻ കേസിൽ പ്രതിയാണ് ഷൈൻ. അത് കേരളത്തിലെ ആദ്യത്തെ കേസാണ് കൊക്കൈൻ പരമായി ബന്ധപ്പെട്ട്. അതിനുശേഷം 2025 നമ്മൾ സംസാരിക്കുകയാണ്. 10 വർഷമായിട്ട് ഷൈൻ ചാക്കോ നന്നായിട്ടില്ല. ആ ഷൈൻ ചാക്കോയാണോ ഇനി റീ അഡിക്ഷൻ സെന്ററിലോ എവിടെ പോലും രക്ഷപ്പെടുന്നത്? അല്ല, ഈ ആളെ മാറ്റി നിർത്താൻ ഇവിടുത്തെ മുഴുവൻ സിനിമാക്കാരും അതിന് വിലക്കെന്നല്ല പറയാ. ആരും ഇയാളെ തിരസ്കരിക്കണം. അത് നിർമ്മലാക്കൾ എന്ന് പറയുന്നവർ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നവരല്ല. അവരുടെ ഇഷ്ടമാണ് സിനിമ പിടിക്കണോ വേണ്ടയോ എന്നുള്ളത്. അതിനൊരു സംഘടനയ്ക്കും ഇടപെടാൻ പറ്റില്ല സ്മൃതി. കാരണം അവരെ എക്കണോമിക് റൈറ്റിനകത്ത് ഞങ്ങൾ എങ്ങനെ ഇടപെടും? പക്ഷെ ഇത്തരക്കാരെ അകറ്റണം, ഇത്തരക്കാരെ ത്യജിക്കണം, ഇത്തരത്തിലുള്ളവരെ സിനിമാ മേഖലയിൽ കൊണ്ടുവരരുത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? സിനിമാ മേഖലയിൽ പ്രേക്ഷകരുടെ എണ്ണം കുറയുന്നു, തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നില്ല. ഈ മേഖലയോടൊരു അനിഷ്ടം പ്രേക്ഷകർക്ക് ഉണ്ടാവുന്നു. വിൻസിയുടെ വെളിപ്പെടുത്തൽ, വിൻസി നൽകിയ പരാതി, അതുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ഈ ചർച്ചകൾ തുടങ്ങുന്നതും ഈ ഷൈൻ ടോം ചാക്കോയിലേക്ക് അന്വേഷണം എത്തുന്നതും. വിൻസി ഈ സിനിമാ സെറ്റിൽ ഒരു പരാതി നൽകിയിട്ടില്ല എന്നാണിപ്പോൾ സൂത്രവാക്യം സിനിമയുടെ സംവിധായകരും നിർമ്മാതാവും ഒക്കെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? അവിടെ IC ഉണ്ട് എന്ന് പറയുന്നു. IC ഉണ്ടെങ്കിൽ ICയിൽ പറഞ്ഞായിരിക്കും. പക്ഷേ നിർമ്മാതാവും സിനിമയുടെ സംവിധായകനും ഒന്നും അറിയാത്ത പരാതി ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ കഥ? അല്ല, അത് അവരോട് തന്നെ ചോദിക്കണം. കാരണം ICക്കാണ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ സംഘടനകൾക്കപ്പുറം ഒരു യൂണിറ്റിൽ IC ഉണ്ട്. ആ യൂണിറ്റിൽ IC ഉണ്ടെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. കാരണം അത് സൈൻ ചെയ്ത ആൾ ഞാനാണ്. പക്ഷേ ആ IC പ്രവർത്തിക്കണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതിനകത്ത് ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് 7 സംഘടനകൾക്ക്, ഫിലിം ചേംബറിനല്ല ഉത്തരവാദിത്തം. ഈ സംവിധായകൻ അറിയുമല്ലോ, സംവിധായകനോട് സംസാരിച്ചു എന്നൊക്കെയാണ് വിൻസി നമ്മളോട് പറഞ്ഞത്. സംവിധായകനും നിർമ്മാതാവിനും ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് വിശ്വസിക്കാനാവുക? ഒരു വാർത്താ സമ്മേളനം നടത്തി എങ്ങനെയാണ് ഇത് പറയുക? വിൻസിക്ക് പിന്തുണ എന്നൊരു വസ്തു പറയുന്നു, അതോടൊപ്പം ഞങ്ങൾ ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ നിർമ്മാതാവുമായിട്ട് ഞാൻ സംസാരിച്ചതാണ് 3 ദിവസം മുമ്പ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുകയും വിൻസി അവിടെ വെച്ച് പരാതി പറയുകയും തങ്ങൾ ഒരുമിച്ച് ഈ കാര്യത്തിൽ വിൻസിക്ക് വേണ്ടി കൂടെ നിന്നെന്നും വിൻസി ഉൾപ്പെടെ എന്നോട് സംസാരിച്ചതാണ്. പിന്നെ എനിക്കറിയില്ല എന്തിനാണ്ട് മാറി പറയുന്നു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു ആന്ധ്ര സ്റ്റേറ്റുകാരനാണ്, അമേരിക്കയിലെ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിച്ചാണ്. പിന്നെ എന്താണ് ഇതിനകത്ത് മാറ്റം ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം പരാതി നൽകാതെ എങ്ങനെ പ്രശ്നം അറിയും? പരാതി ലഭിക്കാതെ എങ്ങനെ നടപടി സ്വീകരിക്കും? പരാതി ഉയർന്നപ്പോൾ മുതൽ വിൻസിയുമായി ബന്ധപ്പെട്ടിരുന്നു. വിൻസിയുടെ തുറന്നു പറച്ചിലെ സ്വാഗതം ചെയ്യുന്നു. സെറ്റിൽ ആർക്കും പ്രശ്നത്തെ പറ്റി അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഷൈനും പറയുകയാണ് ഞാൻ വിൻസിയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്ന്. 2 ഭാഗത്തുനിന്നും വരുന്ന പ്രതികരണങ്ങൾ നോക്കൂ. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ നിന്നും പരാതി വെളിയിൽ പോയി എന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞു വരുത്തി പലരും വിൻസിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ഇതിനകത്ത് ആരൊക്കെയോ എന്തൊക്കെയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ആരൊക്കെയോ വിദൂഷ വേഷം കെട്ടുന്നുണ്ട്. ഇതിനകത്ത് പലരും പലതരത്തിലുള്ള കളികൾ നടത്തുന്നുണ്ട്. സംശയം എന്തിരിക്കുന്നു? അതുകൊണ്ട് ഇതിനകത്ത് ഇവരെ സഹായിക്കുന്ന ആൾക്കാരുണ്ടാവാം. അതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ടാവാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കില്ല. ഇവിടെ ശുദ്ധീകരിക്കപ്പെടണം. സ്ട്രെയിറ്റ് ആണ് നമ്മുടെ കാര്യങ്ങൾ. വിൻസി പരാതി റിട്ടേൺ ആയി കൊടുത്തിട്ടില്ല. പക്ഷെ മറിച്ച് ഇപ്പോൾ ICക്ക് പരാതി കൊടുത്തു എന്നാണ് വിൻസി ഞങ്ങളോട് പറഞ്ഞത്. അതിന്റെ ഒരു കോപ്പി പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയ്ക്ക് ആദ്യം പരാതി കൊടുത്തു.
അതിനുശേഷം മോണിറ്ററിംഗ് കമ്പനിക്ക് കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. ഇപ്പോൾ മാറ്റി മറിച്ച് ആരെങ്കിലും പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങൾ പറയുന്ന അനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. തെറ്റിദ്ധാരണയ്ക്ക് ഇടയാകാൻ പാടില്ല. കൂടാതിരിക്കാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് IC പ്രതികരിച്ചോ, അതാ എന്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ പ്രതികരിച്ചോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രൊഡ്യൂസറോ ഡയറക്ടർക്കോ അല്ല. ഒന്നാമത്തെ കാര്യം IC പ്രവർത്തിച്ച ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പറയേണ്ട കാര്യമില്ല. അതിനൊക്കെ ഒരു രഹസ്യാത്മകതയുണ്ട്. പറയേണ്ടത് IC-യോടാണ്. IC രണ്ടു കൂട്ടരോടും ഈ കാര്യങ്ങൾ ചോദിക്കും. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ. നിങ്ങൾക്കൊരു മോണിറ്ററിംഗ് സമിതി ഉണ്ടല്ലോ, അതിന്റെ പ്രവർത്തനത്തിൽ ഈ പറയുന്ന നിർമ്മാതാവുമായിട്ടും ഈ പറയുന്ന സംവിധായകരുമായിട്ടും ഒക്കെ ബന്ധപ്പെടുമല്ലോ സ്വാഭാവികമായിട്ടും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സുപ്രീം അതോറിറ്റി IC ആണ്. ആ ലൊക്കേഷനിൽ ICക്ക് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് 3 മാസം വരെ വാലിഡിറ്റി ഉണ്ട്. ഇത് ഞങ്ങൾ ആരും തന്നെ ഒരു സംഘടനയും ഉണ്ടാക്കിയ നിയമമല്ല. ഇത് ഹൈക്കോടതി വിധി പ്രകാരം, വനിതാ കമ്മീഷന്റെ നിയമപ്രകാരം, ICയെ കുറിച്ച് IC എന്താണ് എന്നുള്ള കാര്യം താങ്കളോട് വിശദീകരിക്കേണ്ട. അതൊക്കെ കാലങ്ങളായി ഇവിടെ നിലവിൽ വന്നിട്ട് IC സിനിമാ മേഖലയിൽ എത്രത്തോളം കാലമായി അത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നാണ് നിങ്ങൾക്കതിലുള്ള ഒരു പുതുമ. ഞാനൊന്ന് രഞ്ജിനിയിലേക്ക് പോകുന്നു. രഞ്ജിനി, ഇതിപ്പോൾ വിൻസിയുടെ പ്രതികരണം, അതിനുശേഷം നടന്ന സംഭവവികാസങ്ങൾ, ഇന്നിപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇത്രയും നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ചുമത്തിയിരിക്കുന്ന 2 വകുപ്പുകൾ, സെക്ഷൻ 29 ആൻഡ് സെക്ഷൻ 27, രണ്ടായാലും 6 മാസം, കൂടി പോയാൽ 6 മാസം ശിക്ഷ എന്നുള്ളതാണ്. ഇത് സിനിമാ മേഖലയുടെ മുഴുവൻ ഒരു മാറ്റത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? അതോ ഈ പറയുന്ന ഇതുവരെ നൽകിയിരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നും, ലഹരി ഉപയോഗിച്ചാൽ ഭയങ്കര ഊർജ്ജം കിട്ടുമെന്നും, ലഹരി ഉപയോഗിച്ച് അഭിനയിക്കേണ്ടി വരും, ലഹരിക്ക് അടിമയായ ഒരു ക്യാരക്ടറാണ് എങ്കിൽ അത് ഉപയോഗിച്ചിട്ട് തന്നെ അഭിനയിച്ച് കാണിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് പരസ്യമായി പ്രതികരിച്ച നടൻ കൂടിയാണ്. അപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നൊരു മെസ്സേജ് ഇവിടുത്തെ യുവതലമുറയ്ക്ക് നൽകുന്ന ഒരു കാര്യം ഷൈൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാകുമോ ഇതിൻ്റെ കേസിൻ്റെ ഭാവിയും? അത് ഒരു ഫാക്ടറാണ്. നേരത്തെ നമ്മുടെ പോലീസും പിന്നെ ഒരു അഡ്വക്കേറ്റ് അവർ പറഞ്ഞതല്ലോ ഈ ഡ്രഗ്സിന്റെ കാര്യത്തെ. അപ്പോൾ ഞാൻ അതിന് ഒരുപാട് ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല അബൌട്ട് ദ ഡ്രഗ്സ്. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഈ വിൻസിന്റെ കംപ്ലൈന്റിനെ കുറിച്ചാണ്. ഈ ഇന്ന് സ്മിതി ഇപ്പോ പറഞ്ഞല്ലോ, ഈ പ്രൊഡ്യൂസറിന്റെ എന്താ പറയാ പ്രസ് മീറ്റില് അവർക്ക് അറിയില്ലാണ് ഇങ്ങനെ സംഭവം നടക്കുന്നു. ഒരു പ്രൊഡ്യൂസർക്ക് അറിയാതെ എങ്ങനെയാണ് സെറ്റില് IC ഫോം ചെയ്യുന്നത്? ഹി ഈസ് ദ സുപ്പീരിയർ ടു ഇൻസ്റ്റാൾ എൻ IC. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ബ്ലേറ്റന്റ് ആയിട്ട് ഒരു ലൈ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അല്ലെ, സജി ചേട്ടനക്ക് നന്നായിട്ട് അറിയാം, പ്രൊഡ്യൂസർ അല്ലേ അൾട്ടിമേറ്റ് ഈ ICയുടെ കാര്യത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഒരു ഫിലിമില് അല്ലേ? IC ഫോം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ലെറ്റർപാഡില് ഈ ഇവരുടെ മെമ്പർമാരുടെ പേര് ഉൾപ്പെടെ തന്നത് അദ്ദേഹമാണ്. ഈ പ്രൊഡ്യൂസർ അദ്ദേഹമായി പറഞ്ഞു, ഇപ്പൊ അറിയത്തില്ല, അതാ പറഞ്ഞത് എവിടെയോ എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട്. അതൊക്കെ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അപ്പോ ഇപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ക്ലാരിറ്റി വന്നിട്ടുണ്ടല്ലോ. അപ്പോ ഈ പ്രൊഡ്യൂസർ കള്ളം പറയുന്നു, ദാറ്റ്സ് 100% ഷുവർ, റൈറ്റ്? അപ്പോ ഇനി അടുത്ത സ്റ്റെപ്പ് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഈ കാര്യത്തില്. കാരണം എന്ത് കാരണം കൊണ്ട് ഇന്ന് ആ പ്രൊഡ്യൂസർ ഇങ്ങനത്തെ ഒരു പ്രസ് മീറ്റ് വെച്ചത്? ആൻഡ് ഹി ഈസ് ബ്ലേറ്റന്റ്ലി ലൈങ് ടു എവ്രിബഡി ദാറ്റ് ഇങ്ങനെ അവർക്ക് അറിയാതെയാണ് ഇങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുണ്ട്, ഇങ്ങനെ പരാതി വന്നിട്ടുണ്ട്. ദാറ്റ്സ് വൺ തിങ്. സെക്കൻഡ് തിങ് ഈസ് ഈ കംപ്ലൈന്റ് ഐ തിങ്ക് ഒരു 2-3 ചർച്ചയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഇൻസിഡന്റ് നടന്നത് 4 months ago ആണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ICC ആൻഡ് ഫിലിം ചേംബർ ഇവരെല്ലാം കൈകാര്യം ചെയ്തതല്ലേ? സേ ഫോർ എക്സാമ്പിൾ ICCയെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ICCക്ക് ഈ പ്രശ്നം അറിയാം, 4 months ആയിട്ട് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്. പിന്നെ ആ വിൻസിയുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്നുണ്ട്, ഡയറക്ടറും പ്രൊഡ്യൂസറും വന്ന് അവർ കോംപ്രമൈസ് ചെയ്തു. അത് കാരണം കൊണ്ട് ഈ പടം നല്ല രീതിയിൽ കഴിയണം, നല്ല രീതിയിൽ പുറത്ത് വരണമെന്ന് അത് കാരണം കൊണ്ടാണ് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ICC
എന്ത് കാരണം കൊണ്ട് ഈ ഡ്രഗ്സ് ഒരു ക്രിമിനൽ ഒഫൻസ് അല്ലോ, അപ്പൊ അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ട് ICC പോലീസിൽ റിപ്പോർട്ട് ചെയ്യാത്തെ? അവിടെ ഒരു സീരിയസ് ബ്രീച്ച് ആണ് നടന്നിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് തിങ് ഈസ് ഒരു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അനോണിമിറ്റി, പ്രിവസി, ഇതെല്ലാം നമ്മൾ ICCയിൽ പോയി പറയുന്നത് കാരണം ഇതെല്ലാം കീപ്പ് അപ്പ് ചെയ്യണം എന്നാണ്. ചുമ്മാ വെറുതെ പോയി വേറെ യൂട്യൂബ് ചാനലിൽ ആരൊക്കെ വന്ന് എന്തൊക്കെ പറയുന്നു, അതിൽ ഒരാൾ കൃത്യമായിട്ട് പറയുന്നു 4 പേര് ഇങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, ഇപ്പോൾ ഇതെല്ലാം ഇനി ചത്തുപോവും, ഇങ്ങനത്തെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് യൂട്യൂബ് ചാനലിൽ വന്ന് പറയുന്നത്. ആദ്യം അങ്ങേരെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അങ്ങേർക്ക് അറിയാമല്ലോ 4-5 പേര് ആരാണ്. അപ്പോൾ ലെറ്റ് ദ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ഹിം. അപ്പോൾ ഇതെല്ലാം അബാറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. പിന്നെ അതിൽ തന്നെ ആ യൂട്യൂബിൽ തന്നെ ആ സ്പെസിഫിക് പേഴ്സൺ പറയുന്നു ഈ വിൻസി കുറെ നാൾക്ക് മുമ്പ് പറഞ്ഞതാണ്, സോ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം എന്താണ്? ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണ് നമ്മളുടെ സിനിമ രംഗത്തിൽ ഉണ്ടാവുന്നത്. ഇതൊക്കെ വേണ്ടിയാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് ട്രൈബ്യൂണൽക്ക് വേണ്ടിയാണ് പറഞ്ഞോളൂ. വഴങ്ങാമെങ്കിൽ പറയട്ടെ സ്മൃതി, പറഞ്ഞോളൂ. രഞ്ജിനി ICയുടെ ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. എന്താണെന്നറിയാവോ? ഈ വിൻസി അവിടെ കംപ്ലൈന്റ് ചെയ്തപ്പോൾ ICയുടെ ഉത്തരവാദിത്തമാണ് പോലീസിൽ അറിയിക്കുക, അതല്ല എങ്കിൽ റിട്ടേൺ ആയിട്ട് എഴുതി മേടിക്കുക എന്നുള്ളത് ICയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം. രണ്ടാമത്തെ ഉത്തരവാദിത്തം അത് പോലീസിലോ അല്ല കലക്ടറെയോ അറിയിക്കണമെന്നാണ്. അതവരവിടെ ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ICക്കെതിരെ സംസാരിക്കേണ്ടി വരും. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ICയിലെ മെമ്പർമാർക്ക് അറിയില്ലെന്ന് പറയാൻ നമ്മൾ സമ്മതിക്കില്ല. കാരണം പ്രൊഡ്യൂസറുടെ ലെറ്റർ പാഡിൽ IC രൂപീകരിച്ചതെന്ന് ഫിലിം ചേംബറിന്റെ ഈ പ്രോജക്റ്റ് തന്നിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് പിന്നെ ഇപ്പോൾ മാറ്റി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സംതിങ് ഈസ് റോങ്, സംതിങ് ഈസ് ബിഹൈൻഡ് ദ കർട്ടൻ, എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അത് കൃത്യമാണ് രഞ്ജിനി പറഞ്ഞത്. അത് തന്നെ ഞാൻ അവിടെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ IC എന്ത് കാരണം കൊണ്ട് പോലീസിൽ അത് റിപ്പോർട്ട് ചെയ്യാത്തെ? അപ്പൊ ഇത് സീരിയസ് ബ്രീച്ച് അല്ലേ? അപ്പൊ ദേ ഷുഡ് ബി ഇൻവെസ്റ്റിഗേറ്റ് ഓൾസോ അണ്ടർ ദ റേഡാർ. ഇത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഇൻഡസ്ട്രിയില് ICCയോ നിങ്ങൾ കോഡ് ഓഫ് കോണ്ടാക്ട് കൊണ്ടുവന്നാലോ this is not going to happen. The only solution is tribunal. ആ ട്രൈബ്യൂണലിൽ മീഡിയ ഇന്റർവെൻഷൻ വേണ്ട, പിന്നെ സിനിമ ആൾക്കാരുടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാതെയാണ് ഇത് ക്ലോസ് ഡോഴ്സില് കോൺഫിഡൻഷ്യാലിറ്റി, പ്രിവസി, അനോണിമിറ്റി ഇത് മൂന്നും ചേർത്ത് ചെയ്ത ഒരു ജുഡീഷ്യറി പവറുള്ള ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത്. ചുമ്മാ വെറുതെ ഇങ്ങനെ ICC ഫോം ചെയ്തിട്ട് ഇപ്പൊ ഇത് ലീക്കായി. ഇപ്പൊ നോക്കൂ, അതിന് ഈ കേസ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ദിസ് ഇസ് നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ ടു ഷൈൻ. ഈ വിക്ടിമൈസ് ആയി പോവെന്ന്. ഇനി അവർക്ക് ഒരു ചാൻസും കിട്ടാൻ പോകുന്നില്ല. 6 months ഡൗൺ അല്ലേ നിങ്ങൾ നോക്കിക്കോ. ആദ്യം എല്ലാവരും പറയും യെസ് ഞങ്ങൾ ഫിലിം കൊടുക്കും, അങ്ങനെ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് അവസരം കുറയും. അതാണ് നമുക്ക് അറിയേണ്ടത്. ഇതിൽ നഷ്ടം സംഭവിക്കുക വിൻസിക്കാണോ അതോ ഷൈൻ ടോം ചാക്കോയ്ക്കാണോ? രാഹുൽ ഈശ്വർ, ഇന്നിപ്പോൾ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, അതിനുശേഷമുള്ള അറസ്റ്റ്, അതിനുശേഷമുള്ള ജാമ്യം, എങ്ങനെയാണ് ഇന്നത്തെ നടപടികളെ രാഹുൽ കാണുന്നത്? സ്മൃതിജി, നമ്മളുടെ അടിസ്ഥാന സമീപനം ഒന്നുകൂടെ റിഫൈൻ ചെയ്യണമെന്നുള്ളതാണ് എന്റെ സജഷൻ. ഉദാഹരണം, സഞ്ജയ് ദത്ത്, രൺബീർ കപൂർ, ഫർദീൻ ഖാൻ, ഇന്ത്യ അറിയപ്പെടുന്ന ഒരുപാട് നടന്മാർ ഇതേപോലെ ഡ്രഗ്സിന്റെ വഴിയിൽ, മയക്കുമരുന്നിന്റെ വഴിയിൽ വീണുപോയിട്ടുള്ളവരാണ്. അവരെ എല്ലാം രക്ഷിക്കാൻ, അതായത് കേസിൽ നിന്ന് രക്ഷിക്കാനല്ല, ജീവിതത്തിലേക്ക് രക്ഷിക്കാനാണ് അവരുടെ കൂട്ടുകാരും കുടുംബവും സമൂഹവും ഒക്കെ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഷൈൻ ടോം ചാക്കോ ഒരു തീവ്രവാദി ഒന്നും അല്ലല്ലോ. ഷൈൻ ടോം ചാക്കോയുടെ കേസ് എങ്ങനെ കൂടുതൽ സ്ട്രോങ് ആക്കി അദ്ദേഹത്തെ കൂടുതൽ കാലം ജയിലിലിടുന്നതല്ലോ നമ്മുടെ ഒബ്ജക്റ്റീവ്. പകരം ഈ തെറ്റിന്റെ വഴിയിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനെ രക്ഷിക്കാന്നുള്ളതല്ലേ. ഞാൻ ഒരു കാര്യം കൂടെ അല്ലല്ല, രാഹുൽ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ രാഹുൽ, ഒരു കാര്യം, താങ്കൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ എത്രത്തോളം ഇതിനോട് ചേർന്ന് നിൽക്കും? അവരൊക്കെ തന്നെയും അവരുപയോഗിച്ചു, അവർ നശിച്ചു, അവർക്ക് അവരുടേതായ പിഴവുകൾ സംഭവിച്ചു. ഇതങ്ങനെയല്ല. ഇത് വേറെ തന്നെ ഒരു തെറ്റായ സന്ദേശം നൽകിക്കൊണ്ട് ഇങ്ങനെ മുന്നേറുകയാണ്. അതിന് ഒരുപാട് ആരാധകരുണ്ടാകുകയാണ് അല്ലേ? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിന്ന് പ്രതികരിക്കുകയാണ്. ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല, നിങ്ങളും വരൂ എന്റെ പുറകെ എന്ന മട്ടിലാണ് ഈ ഓരോ മെസ്സേജുകളും. അതിൽ വ്യത്യാസമില്ലേ?
അല്ല, സ്മൃതിജി പറഞ്ഞോട് ഈ കാര്യത്തിൽ വലിയൊരു ശതമാനം യോജിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊരു കുട്ടിക്കളിയായിട്ട് എടുത്ത് പോസ്റ്റ് ഇടുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒട്ടും ചേരില്ല. അതുകൊണ്ടാണ് പൊതുവെ ഏറ്റവും സോഫ്റ്റായി സംസാരിക്കുന്ന റഹീം MP പോലും ആരാണ് ഭരിക്കുന്നതെന്ന് ഓർക്കണമെന്ന് പറയുന്നത്. അപ്പം പ്രകോപനപരമായി സംസാരിക്കുന്നത് പോലും ഇനി ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസിലാണോ എന്നറിയില്ല. സാധാരണഗതിയിൽ ഒരാൾ ഒരു കേസിന്റെ വക്കിലെത്തിയാൽ എങ്ങനെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം വീണ്ടും ആൾക്കാരെ പ്രകോപിപ്പിച്ച് എന്നെ വന്ന് അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്താന്നുള്ളതാണ്. ദയവായി ശ്രദ്ധിക്കുക, ലാർജർ പോയിന്റിന് വേണ്ടിയാണ്. പോർച്ചുഗൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയങ്ങളെ ഡീൽ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, പോർച്ചുഗലിൽ ഒരു ഡീക്രിമിനലൈസേഷൻ മോഡൽ തന്നെയുണ്ട്. അവരതിനെ വിളിക്കുന്നത് ഡിസ്വേഷൻ കമ്മീഷൻ എന്നാണ്. അതായത് ഒരു വ്യക്തിയെ കൗൺസിലിംഗിലൂടെ, ട്രീറ്റ്മെന്റിലൂടെയാണ് കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ ഡ്രഗ്സിൽ പെട്ടുപോകുന്നവന് ജയിലല്ല, ചികിത്സയാണ് വേണ്ടത്. ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ റീഹാബിലിറ്റേഷൻ ആണ് ഇൻകാർസറേഷനേക്കാൾ പ്രധാനം എന്നാണ് അവരുടെ പോളിസി. കാനഡയിൽ രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്, പ്രത്യേകിച്ച് ഇന്ന് ശനി കൂടിയാണ്. ഗുഡ് സമരിറ്റൻ, നല്ല ശമരിയാക്കാരൻ ആക്ട് എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയുണ്ട്. അതായത് ഈ പെട്ടുപോകുന്ന ചില ആൾക്കാർ അവരുടെ പൂർണ്ണ ബോധത്തിലായിരിക്കില്ല പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ അവരെയും കൂടി തിരിച്ചു കൊണ്ടുവരാൻ ഒരു മോഡലുണ്ട്. ഉദാഹരണം, നോർവേയും സ്കാൻഡിനേവിയൻ മോഡൽ. അവരതിനെ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്നാണ്, റീഹാബിലിറ്റേഷൻ ഓവർ റിട്രിബ്യൂഷൻ. അപ്പൊ നമ്മുടെ NDPS ആക്ടിലും 64A ചെറിയ ക്വാണ്ടിറ്റീസിന് ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിലെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഷൈനി പ്രകോപനപരമായി പോസ്റ്റ് ഇടുന്നത് അംഗീകരിക്കാനാവില്ല. യഥാർത്ഥത്തിൽ അത് പോലീസുകാരെയും മാധ്യമങ്ങളെയും കളിയാക്കുന്നത് പോലെയാണ്. ഇടുന്നത് മാത്രമല്ല പറഞ്ഞത്, തുടർച്ചയായി ഇയാൾ നൽകുന്ന അഭിമുഖങ്ങൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ഇതിലൊരു കുഴപ്പവുമില്ല എന്നൊരു മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ പിന്നാലെ പോകുന്നവരുണ്ട്, അത് ശരിവെക്കുന്നവരുണ്ട്. അത് ശിക്ഷ അർഹിക്കുന്നതല്ല എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? ഇനി മാത്രമല്ല സിനിമാ സെറ്റുകളിൽ ഈ പറയുന്ന ഇയാൾ സ്വയം ലഹരി കഴിക്കുക മാത്രമാണോ എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ടില്ല. അതിലപ്പുറമുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ടോ? പലരും ഈ പറയുന്ന ടെക്നീഷ്യൻസ് തന്നെ പലരും സിനിമാ സെറ്റുകളിൽ ഇത് വിൽക്കുന്നു, കൂടുതൽ പേർക്ക് കൊണ്ടു കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഒരുപക്ഷെ ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം ഷൈൻ ചെയ്യുന്നുള്ളൂ നമുക്കറിയില്ല. അതിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതാണ്. ഈ ഘട്ടത്തിൽ ഒരു ഇരവാദം ഉന്നയിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല രാഹുൽ. ഇത് ഇരവാദമല്ല, പകരം രക്ഷാവാദമാണ്. അതിന്റെ അടിസ്ഥാന പ്രിമൈസ് എന്ന് പറഞ്ഞാൽ ഇവരെ കല്ലെറിയാനുള്ളവരല്ല. ഷൈൻ ടോം ചാക്കോയുടെ പോസ്റ്റ് ഷൈൻ ടോം ചാക്കോ അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല. ഈ പ്രൊട്ടക്ടർ സിനിമയുടെ ആൾക്കാരുടെ രസകരമായ ഒരു അവസരമാണ് എന്ന് ഉപയോഗിച്ചായിരിക്കും യോഹന്നാൻ സുവിശേഷം 8:7 വെച്ച് നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ ആദ്യം കല്ലെറിയട്ടെ എന്നാണ് യേശു ക്രിസ്തുവിന്റെ വചനം. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കൊടുത്തത്. ഈ വിഷയം കുറെ കൂടെ ആഴത്തിൽ എടുക്കേണ്ടതാണ്. ഇതിനെ വെറുതെ കല്ലെറിഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഇത് തീരില്ല. ഇത് നമ്മുടെ കേരളത്തിന്റെ അനുഭവമല്ലേ. അതുകൊണ്ടല്ലേ ഇന്ത്യയിൽ 27,000 കേസുകൾ കേരളത്തിലുള്ളത്. ഈ കുറെ ആൾക്കാരെ എന്താ പറയണേ, നിയമത്തിന്റെ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമോ, നിയമം ശക്തമല്ലാത്തതുകൊണ്ട് മാത്രമല്ലല്ലോ. ആഴമേറിയ ഒരു പ്രശ്നമുണ്ട്. സ്മൃതിജി എന്ന് ആലോചിച്ചാൽ മതി. ഈ ഷൈൻ അടക്കമുള്ള ആൾക്കാർ ഈ കേസിന്റെ വക്കത്ത് നിൽക്കുമ്പോൾ വാഷ്റൂമിലേക്ക് ഓടിക്കേറി തിരിച്ചു വരുന്ന വീഡിയോ പിള്ളേരെ പോലെ ഇടാൻ, ഷൈന് 10-41 വയസ്സായി, കൊച്ചു പിള്ളേരെ പോലെ ഇടാൻ പൂർണ്ണമായി സ്വബോധത്തിലിരുന്ന് ഇടുന്നതാണോ എന്ന് എനിക്ക് സംശയം. ഇന്നിപ്പോൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞത് പേടിച്ചിട്ടാണ് ഞാൻ ഓടിപ്പോയതെന്നാണ്. എനിക്ക് ശത്രുക്കളുണ്ടെന്നും ഈ പറയുന്ന ഗുണ്ടകളാണെന്ന് പേടിച്ചിട്ട് ഞാൻ ഇറങ്ങി ഓടി എന്നൊക്കെയാണ് പറയുന്നത്. ഇറങ്ങി ഓടി അങ്ങ് തമിഴ്നാട്ടിലെത്തി. അല്ല, മൊഴി കൊടുക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. മൊഴി ഏതെങ്കിലും അഡ്വക്കേറ്റിനോട് ചോദിച്ച് സേഫായി നാളെ കേസിലും കൂടെ വരുമ്പോൾ അന്നുകൂടി നിലനിൽക്കുന്ന രീതി കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഷൈന്റെ പോസ്റ്റുകളെല്ലാം വളരെ പ്രകോപനപരമാണ്. ലാലേട്ടൻ 2020 ചാടുന്നു, വേറെ 1-2 കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിന്റെ കാര്യം ഞാൻ അതാ പറഞ്ഞത്, വിൻസിയുടെ തന്നെ പരാതി പോസ്റ്റ് ആക്കുന്നു. അപ്പൊ ഈ അർത്ഥത്തിൽ ഷൈൻ ചെയ്യുന്ന കാര്യത്തിന് യാതൊരു തരത്തിലും ജസ്റ്റിഫിക്കേഷൻ പാടില്ല. ഷൈനിന് ഏതെങ്കിലും രീതിയിൽ നിയമപരമായ നടപടിയും വേണം. അതോടൊപ്പം ലാർജർ പെർസ്പെക്റ്റീവിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഈ സമീപനമാണ്. ഇതിന്റെ കടകവിരുദ്ധ സമീപനമാണ് ഫിലിപ്പൈൻസിലെ റോഡ്രിഗോ ഡുട്ടർട്ടെ ചെയ്തത്. 7,000 പേരെ വെടിവെച്ചു കൊന്നു. അത് ഒരിക്കലും പാടില്ല. അത് ലോകത്തിൽ ഒരു കാരണവശാലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഡ്രഗ് എന്ന ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആ ആൾക്കാരെ തന്നെ കൊല്ലുക. അപ്പൊ നമ്മുടെ കയ്യിൽ ക്യാൻസർ ബാധിച്ചാൽ കൈവെട്ടിക്കളയല്ലോ, അല്ലെങ്കിൽ അത് ശരിയാക്കുകയല്ലേ. ഒരു മുറിവ് ബാധിച്ചാൽ അതിനെ ഹീൽ ചെയ്യുകയല്ലേ. രാഹുൽ, ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ ഇതിന്റെ വ്യാപനം തടയാൻ എന്ത് നിർദ്ദേശമാണ് രാഹുലിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്? ഇപ്പോൾ പറയുന്നു, ഇയാൾ തന്നെ ഷൈൻ തന്നെ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്, എന്നെ എൻ്റെ അച്ഛൻ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിട്ടിരുന്നു കൂത്താട്ടുകുളത്ത്. അവിടെ കുറച്ച് ദിവസം നിന്ന ശേഷം ഞാൻ അവിടെ നിന്ന് ചാടിപ്പോരുകയായിരുന്നു എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പറയുന്ന ഇതിലൊക്കെ പെട്ടുപോയിരിക്കുന്ന താരങ്ങളെ ഓരോരുത്തരെയും സിനിമാ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ സിനിമാ സംഘടനകളോ കൊണ്ടുപോയി നന്നാക്കി കൊണ്ടുവരിക എന്നതാണോ ഇതിൽ പ്രായോഗികമായ നടപടി?
ഞാൻ രണ്ട് കാര്യങ്ങൾ പ്രായോഗികമായി പറയാം. ഒന്ന്, സ്മൃതിജി അടക്കം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു ഫിയർ ഓഫ് ലോ, അല്ലെങ്കിൽ നേരത്തെ സക്കറിയ സാർ പറഞ്ഞ പോലെ റെസ്പെക്ട് ഫോർ ലോയോ ഫിയർ ഓഫ് ലോയോ എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല, അതുണ്ടാകണം. ഞാൻ ഇത് ഉപയോഗിച്ചാൽ നാളെ പിടിക്കപ്പെടുമെന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും ഒരു വ്യക്തി തിരിച്ചറിയണം. അത് ജയിലിൽ പോകുന്നതാണെങ്കിലും സാമ്പത്തിക നഷ്ടമാണെങ്കിലും മാനനഷ്ടമാണെങ്കിലും തിരിച്ചറിയണം. അതോടൊപ്പം ഈ സിനിമയ്ക്കുള്ളിൽ ഇത് ക്ലീൻ ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും ഈ നടപടികൾ, ഈ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ് നന്നാക്കലല്ലാതെ വേറെ എന്താ വഴി? ഇതെന്താ പിന്നെ നമ്മൾ ചെയ്യാൻ പോണേ? ഫിലിപ്പൈൻസിന്റെ മോഡൽ ആൾക്കാരെ വെടിവെച്ച് കൊല്ലുകയാണോ? അല്ലല്ലോ. ഇയാളെ ജയിലിൽ കൊണ്ടിട്ട് ഇയാളുടെ ജീവിതം കൂടുതൽ മോശമാവില്ലേ? തിരിച്ചിറങ്ങി സിനിമയൊന്നും കിട്ടാതിരിക്കുകയും വീണ്ടും ഡ്രഗ്സിലേക്ക് പോവുകയും ചെയ്യല്ലേ ചെയ്യുന്നത്. നമ്മുടെ ഒറ്റ കാര്യം ആലോചിച്ചാൽ എന്റെ സിമ്പിൾ അപ്രോച്ച് എന്താ? എന്റെ സഹോദരനോ നമ്മുടെ സഹോദരനോ നമ്മുടെ അടുത്ത സുഹൃത്തിനോ ഇത് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി നേരത്തെ ചില പ്രൊഡ്യൂസേഴ്സിന്റെ പ്രസ് മീറ്റ് ഒക്കെ കാണുകയുണ്ടായി, അവരിത് അറിഞ്ഞോ ഇല്ലയോ എന്നൊക്കെയുള്ള എനിക്കറിയില്ല. ഇനി ഷൈൻ ടോം ചാക്കോയെ രക്ഷിച്ചെടുക്കാൻ പറയുന്നതുമായിരിക്കും. നമ്മുടെ അടുത്ത സുഹൃത്തിന് പറ്റിയാൽ നമ്മളും അതല്ലേ ചെയ്യുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരു പോസിറ്റീവ് അപ്രോച്ചാണ്. നമ്മുടെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ റിപ്പോർട്ടർ തന്നെ ഞാൻ കണ്ടതാ, എന്റെ മോനെ അങ്ങനെ അറസ്റ്റ് ചെയ്തതിൽ അദ്ദേഹം എടുത്തൊരു പോസിറ്റീവ് അപ്രോച്ചാണ്. അവൻ ഈ തെറ്റിലേക്ക് പോകുന്നുണ്ട്, ഞാനത് ശരിയാക്കാൻ തയ്യാറാണ്. ഈ തള്ളിക്കളയുക, തള്ളിപ്പറയുക, അയാൾ മോശക്കാരനാക്കുക, ഈ ഷൈൻ ടോം ചാക്കോ ലോകത്തിലെ ഏറ്റവും വില്ലനാക്കുക എന്നുള്ളതുകൊണ്ട് ആർക്കാ ഗുണമുള്ളത്? പകരം നമ്മുടെ അപ്രോച്ച് റിഫർമേഷൻ ആണ്. അത് രാഹുൽ ഈശ്വറിന്റെ നിലപാടൊന്നുമല്ല, ഇന്ത്യൻ നിയമത്തിന്റെ നിലപാടും റിട്രിബ്യൂഷൻ അല്ല, റിഫർമേഷൻ ആണ്. ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇഫക്റ്റീവ് ഡി അഡിക്ഷൻ കൗൺസിലിംഗ്, കോച്ചിങ്, മെന്ററിംഗ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളില്ലേ. ഈ വ്യക്തിയെ രക്ഷിച്ചെടുക്കാൻ കൂടി, അതായത് നിയമം അനുശാസിക്കുന്ന ശിക്ഷകൾ കൊടുത്തതിന് ശേഷം രക്ഷിച്ചെടുക്കുക എന്നൊരു പ്രോസസ്സ് വേണ്ട. ഇപ്പൊ സഞ്ജയന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഏറ്റവും പ്രഗത്ഭനായ വ്യക്തികളാണ്, പെട്ടുപോകുന്നതാണ്, തിരിച്ചെടുക്കാൻ നോക്കണം. ശരി, സഖറിയ ജോർജ്, ഇപ്പോൾ ഈ പറയുന്ന നന്നാക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ആദ്യത്തെ കേസിൽ പിടിയിലാകുന്നു, അതൊരു വലിയ കേസാണ്. കേരളത്തിലെ തന്നെ കൊക്കൈൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേസായിരുന്നു, ആദ്യത്തെ കേസായിരുന്നു. ആ കേസിൽ നിന്നും ഊരിപ്പോരാൻ സാധിക്കുമ്പോൾ അത് ഷൈൻ ടോം ചാക്കോയ്ക്ക് കിട്ടുന്നൊരു മെസ്സേജാണല്ലോ, ഒരു കുഴപ്പവുമില്ല, ഊരിപ്പോരാൻ പറ്റും എന്ന്. അതുകൊണ്ട് അതിലും മോശമായ രീതിയിൽ പരസ്യമായി തന്നെ ഈ തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പുറമേക്ക് കാണുന്ന രൂപത്തിൽ തന്നെ പ്രതികരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇൻ്റർവ്യൂസ് നൽകുന്നു. ഈ പറഞ്ഞ കേസിലും ഇപ്പോൾ പെടുന്നു. ഇതിലും വലിയ വകുപ്പുകളൊന്നും ചുമത്തിയിട്ടുമില്ല. അപ്പോൾ ആർക്കാണ് സന്ദേശം നൽകുന്നത്? സ്വാഭാവികമായിട്ടും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു മെസ്സേജ് കിട്ടി, ഇങ്ങനൊക്കെ ചെയ്താൽ രക്ഷപ്പെടാം. നമ്മൾ ഇന്നസെൻ്റ് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് MM ജോസഫ് എന്ന് പറഞ്ഞ പോലെ, ഇനി ഇതിനപ്പുറത്തെ കേസുണ്ടായാലും ചാടിപ്പോകാം. അന്നേരം ഒന്ന് ഓടി രക്ഷപ്പെടുക, പിടികൊടുക്കാതിരിക്കുക, ഏതെങ്കിലും ഒരു വക്കീലിനെ പിടിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ വന്ന് സറണ്ടർ ചെയ്യുക, പോലീസിനെ കൺഫ്യൂസ് ചെയ്യുന്ന മാതിരി എന്തെങ്കിലുമൊക്കെ മൊഴി പറഞ്ഞിട്ട് രക്ഷപ്പെടാം എന്നൊക്കെയുള്ള ഒരു കാര്യം ഒക്കെ ഉണ്ടാകും. അത് സൊസൈറ്റിക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കും. കാര്യം എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയും. ഇതൊക്കെ ഒരു സോഷ്യൽ ക്രൈമാണ്, സമൂഹത്തെ വളരെയധികം ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ക്രൈമാണിത്. അടുത്തതായിട്ട് ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യമുണ്ട്, റിഫോർമേഷൻ ആവശ്യമുണ്ട്. പക്ഷേ ആദ്യമേ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ കൂടെ അദ്ദേഹം പോകട്ടെ, അതിൻ്റെ അനുഭവിക്കാനൊക്കെ ഉള്ള കാര്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ റിഫോർമേഷനെ പറ്റി ചിന്തിക്കാം. നമുക്കറിയാം 80കളിൽ ഏറ്റവും സെൻസേഷൻ ഉണ്ടാക്കിയ ഒരു കേസാണ് മദ്രാസിലെ മോന്. ആ കേസിനകത്തെ റെനി എന്ന് പറഞ്ഞ പ്രതി റിഫോംഡായി ഇപ്പം ബാംഗ്ലൂരിലുണ്ട്. അയാളെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാം ആ ടീമിനെ ലീഡ് ചെയ്ത് സിബി മേസാറാണ്. അയാളെ റിഫോം ചെയ്ത് അയാളെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് സിബി മേസാർ വളരെയധികം സപ്പോർട്ട് ചെയ്തെന്നുള്ള ഒരു സത്യമാണ്. അപ്പോൾ റിഫോർമേഷൻ ഒരു ലേറ്റസ്റ്റ് സ്റ്റൈലാണ്. ആദ്യമേ ഈ പറയുന്ന നിയമത്തിന്റെ പാതയിൽ കൂടി സഞ്ചരിച്ച് കോടതിയിൽ പോയി ഒരു ഫെയർ ട്രയലും ഒക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡ് പ്രോസസ്സാണ് റിഫോർമേഷൻ. ആദ്യം നമുക്ക് റിഫോം ചെയ്തങ്ങ് വിടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി മൈൽഡ് ആകും. അപ്പോൾ എന്ത് പറ്റും? നിയമത്തിൻ്റെതായിട്ടുള്ള ബലമില്ല. റൂൾ ഓഫ് ലോയും റൂൾ ബൈ ലോയും ഉണ്ട്. റൂൾ ഓഫ് ലോ ഓക്കെ, അത് പുസ്തകവും ആക്ടും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റൂൾ ബൈ ലോയും വേണം. അതായത് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുന്ന ഒരവസ്ഥ വേണം. ബാക്കിയുള്ളവർക്ക് അതൊരു എക്സാമ്പിൾ ആകണം സൊസൈറ്റിയിൽ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. NDPS ആക്ട് 1985 ആണ്. ഇതൊരു സ്പെഷ്യൽ ആക്ടാണ്. അപ്പോൾ അതിനകത്ത് നോട്ടിഫിക്കേഷൻ വേണം. കുറേ DYSPമാരെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ വെച്ചിട്ടുണ്ട്. 20 പോലീസ് ജില്ലയുണ്ട്, 20 DYSPമാരുണ്ട്. മിക്കവർക്കും 1.5 ലക്ഷം രൂപ ശമ്പളത്തോടാണ് ഇരിക്കുന്നത്. പക്ഷെ അവർക്കിത് ചെയ്യാനുള്ള അധികാരമില്ല. നമ്മുടെ സർക്കാർ സംവിധാനം കഷ്ടം. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവർക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കി അവരെ എംപവർ ചെയ്യുന്നില്ല. അവർ പിടിച്ചാൽ നാളെ കേസുകൾ നിലനിൽക്കത്തില്ല. കാര്യം നോട്ടിഫിക്കേഷൻ ഹൈലി എസെൻഷ്യലാണ്. സെക്ഷൻ 53 NDPS ആക്ടിൻ പ്രകാരം വേണം.
എനിക്ക് പരിചയമുള്ള ഒരു ഓഫീസറെ കാസർഗോഡ് ഇരിക്കുമ്പം ഇത് വേണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഡോക്ടർ ശ്രീനിവാസ് എന്ന് പറഞ്ഞ അന്നത്തെ SP അദ്ദേഹത്തെ ഇട്ട് ഹരാസ് ചെയ്യാനാണ് നോക്കിയത്. ഈ IPSകാരിലെ പലർക്കും അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. അവർ ദേ ആർ എബോവ് എവറിത്തിങ്. എൻ്റെ വേൾഡ് ഈസ് അണ്ടർ ദെയർ ഫീറ്റ് എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു മെറ്റാലിക് പീസ് ഉണ്ട് നെഞ്ചത്ത് തൂക്കുന്ന കാര്യം, ബാഡ്ജ് ഓഫ് ഓണർ. അതിന് ഈ ഇറങ്ങിപ്പോയ സുജിത് ദാസ് ഉണ്ട്, ഇടയ്ക്ക് സസ്പെൻഷൻ ആയിട്ട് ഇപ്പം തിരിച്ചു കയറിയിട്ടുണ്ട്. അയാളുടെ പ്രധാന ജോലി അയാളെ ഏറ്റവും കൂടുതൽ NDPS കേസ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. പിടിപ്പിച്ചിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് കൊടുത്തിട്ട് ഒരു മെറ്റാലിക് പീസ് പലരും ഇറങ്ങി വരുമ്പോൾ ദിവ്യന്മാർ വരുമ്പോൾ നെഞ്ചത്ത് ഇങ്ങനെ ഒരു പീസ് വെക്കും. അത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പിന്നെ അവരുടെ മാനിപ്പുലേഷൻ വഴി അവരേറ്റവും കൂടുതൽ കേസ് പിടിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് അവർ അവാർഡൊക്കെ വാങ്ങിച്ച ഏതാണ്ട് വലിയ സംഭവമാണെന്ന്. ഒരിക്കലും നമ്മൾ കള്ളം കാണിക്കാൻ പാടില്ല. NDPSലല്ല ഒരു കേസിലും കള്ളം കാണിക്കാതെ സത്യത്തിനെ മുൻനിർത്തി വേണം പോലീസ് ഉദ്യോഗസ്ഥൻ മുമ്പോട്ട് പോകാൻ. നമുക്ക് കിട്ടുന്ന ബാഡ്ജ് ഓഫ് ഓണർ അല്ല, നമുക്ക് വളരെ ഒരു ഹോണസ്റ്റ് ലൈഫ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒഫീഷ്യൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഉണ്ടെന്ന് പൊതുസമൂഹത്തെയും അവനവൻ്റെ കോൺഷ്യൻസിനെയും പ്രൂവ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതൊന്നും ചെയ്യാതെ ഇവർ ബാഡ്ജ് ഓഫ് ഓണർ കിട്ടാൻ വേണ്ടി ഇന്ന് പിടിക്കുന്നത് രണ്ടായിട്ട് വിഭജിച്ച് നാളെ വീണ്ടും കേസ് എടുപ്പിക്കുവാണ്. ആൾക്കാരെ ഹരാസ് ചെയ്യുന്നു. കസ്റ്റഡിയൽ ഡെത്ത് ഉണ്ടായി മലപ്പുറത്ത്. അതൊക്കെ തീർച്ചയായിട്ടും പ്രശ്നമാണ്. കസ്റ്റഡിയൽ ഡെത്ത് ഉണ്ടായാൽ പിന്നെ സർക്കുലർ 2/1982 പ്രകാരം SP-മാർ അതിന് ഉത്തരവാദികളാണ്. ആ സർക്കുലറിനകത്ത് എഴുതിയിട്ടുണ്ട്. എത്രയോ കസ്റ്റഡിയൽ ഡെത്ത് നടന്നു. ഒരൊറ്റ SP-യെ IPSകാരനെ പ്രതിയാക്കിയിട്ടില്ല. 82 മുതൽ ഉള്ളതിനകത്ത് ഒരൊറ്റ കേസിൽ പോലും SP-മാർ പ്രതിയായിട്ടില്ല. എത്ര വർഷമായി? 43 വർഷം കഴിഞ്ഞിട്ട് പോലും ഇവിടെ കസ്റ്റഡിയൽ ഡെത്ത് നടക്കുന്നു. മയക്കുമരുന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ മാനസിക നില മോശമായിരിക്കും. അപ്പം നേരത്തെ രാഹുൽ ചോദിച്ച പോലെ റിഫോം ചെയ്യുന്നതും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതും കസ്റ്റോഡിയൻ ഷുഡ് പ്രൊട്ടക്ട് ദ കസ്റ്റഡി എന്നാണ് ഹ്യൂമൻ റൈറ്റ്സിനകത്ത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിയാണ്, ശരിയാണ്. പക്ഷെ അവൻ ഇന്ത്യൻ പൗരനാണ്. അവനെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷെ അതിനു മുമ്പ് ഡ്യൂ കോഴ്സ് ഓഫ് ലോയിൽ അല്ലെങ്കിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ അയാളെ വിധേയമാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ നിയമത്തിന് മഹത്വമുണ്ടെന്നും അതിന് ഔന്നത്യം ഉണ്ടെന്നും പിന്നെ തെളിയിക്കണം. അടുത്തത് ഇപ്പോൾ IC എന്നൊക്കെ പറഞ്ഞു. IC ഭരണഘടനാപരം ആയി പറയുന്നതല്ല. IC എന്ന് പറയുന്നത് ഒരു കമ്മിറ്റി റിപ്പോർട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടൊക്കെ ഇത് റെഡ്യൂസ് ചെയ്യാൻ വന്നതാണ്. പക്ഷെ അതിനേക്കാട്ടിലും വലുതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ആണ് വിമൻ കമ്മീഷൻ. അവരെന്ത് ചെയ്യുന്നു? വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സന്റെ പ്രോട്ടോകോൾ പ്രകാരം ക്യാബിനറ്റ് റാങ്കാണ്. ഞാൻ വനിതാ കമ്മീഷൻ ഡയറക്ടറായിട്ടിരുന്നാണ്. 4 മെമ്പേഴ്സ് ഉണ്ട്. ഡെപ്യൂട്ടി സ്പീക്കറുടെയാണ്. എന്ത് ശമ്പളമാണ് വാങ്ങിക്കുന്നത്? അവർക്ക് വനിതകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വമില്ലേ? ചുമ്മാ പത്രപ്രസ്താവന നടത്താനും മറ്റേ പ്രസ് മീറ്റിനകത്ത് പോയിരുന്നിട്ട് വായി വരുന്ന എന്തെങ്കിലുമൊക്കെ പറയുമോ, അല്ലെ പോലീസിന് റിപ്പോർട്ട് വാങ്ങിക്കുമല്ലോ. അവരിറങ്ങി ഫീൽഡിൽ നടക്കുന്നു. ഓരോ പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കണം. ശരി, പോലീസിനകത്തും ഇത് വളരെ ആവശ്യമാണ്. കാരണം ഈ ഒരു സെക്കൻഡ് കൂടെ പ്ലീസ്. അതായത് പോലീസ് സ്റ്റേഷൻ വനിതാ സെല്ലിന്റെ കീഴിൽ ഉണ്ടാക്കണം. വനിതാ കമ്മീഷന് കീഴിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ട് അവർ മോണിറ്റർ ചെയ്യണം. അവർക്ക് സിവിൽ കോർട്ടിന്റെ അധികാരമുണ്ട്. അവരിതൊക്കെ ട്രയൽ ചെയ്യണം. ഈ പറയുന്ന കമ്മിറ്റികൾ ഇന്റേണൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടപ്പെട്ടവരാണ്. ക്വിഡ് പ്രോ ക്വോ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായ സഹകരണ സംഘമൊക്കെ വരും. ഐ സ്ക്രാച്ച് യുവർ ബാക്ക് ആൻഡ് യു സ്ക്രാച്ച് മൈൻ. പക്ഷേ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബോഡിയും പോലീസുമാണ് സ്ത്രീയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇതിനകത്ത് വിൻസി വന്നു. രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. അത് ഒരു വാദമായി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. രേഖാമൂലം പരാതി നൽകിയിട്ടില്ല എന്നത് പോലീസിന് പോകുന്നു. രഞ്ജിനി, ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ ഒരു പ്രതീക്ഷയും നൽകുന്നില്ല എന്നാണോ രഞ്ജിനി പറഞ്ഞതിന്റെ മുഴുവൻ അർത്ഥം? ഇപ്പോൾ വിൻസി പരാതി നൽകിയത് രേഖാമൂലമല്ല എന്ന ഒരു വസ്തുത പോലീസ്, രേഖാമൂലം പരാതി കിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. അപ്പുറത്ത് ICയുടെ പരാതിയാണ് ഇപ്പോൾ ഈ ഫിലിം ചേംബറിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ICയുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നു. എവിടെ നിന്നും യഥാർത്ഥത്തിൽ ഈ വിൻസി തന്നെ സോഷ്യൽ മീഡിയയിൽ ഷീ ഹാസ് സ്റ്റേറ്റ്മെന്റ്, ആക്ച്വലി ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് അല്ലേ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനെ സംഭവം നടന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് ചെയ്തല്ലോ ഹീസ് ഓൾസോ യൂസിങ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എടുക്കാമല്ലോ, ഇത് സോമോട്ടോ ആയിട്ട് എടുക്കാം. പക്ഷേ ഇത് എപ്പോൾ ഇത് കേസ് എടുക്കുമാണ് ഇപ്പൊ ഡൗട്ട് എനിക്ക്. ഇപ്പോൾ ഈ കേസ് തന്നെ ഇപ്പൊ വേറെ രീതിയിലാണ് പോകുന്നത്. ഇത് ലൈക്ക് ഡ്രഗ്സിന്റെ കേസിലെയാണ് പോകുന്നത്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു വിൻസിയുടെ കേസ്? ഇപ്പൊ അത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം ഇന്ന് പ്രസ് മീറ്റിൽ ആ പ്രൊഡ്യൂസർ പറഞ്ഞു അവർക്കറിയില്ല. പിന്നെ ICCയിലിருந்து കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള മാറ്റർ പുറത്തു വന്നു.
അപ്പോ ഇതെല്ലാം കാണുമ്പോൾ ഇത് സിനിമയിലെ തന്നെ ഇറ്റ്സ് എ നോർമൽ പ്രാക്ടീസ് ആണ്. ഇങ്ങനെ വിക്ടിം എന്തെങ്കിലും വന്നാലേ ആദ്യം വിക്ടിമാണ് വിക്ടിമൈസ് ആവാൻ പോകുന്നു. ഈ പെർപെട്രേറ്റേഴ്സ്ക്ക് എപ്പോഴും ആൾക്കാർ പുറയിലുണ്ട്. ബിക്കോസ് സിനിമ ഇസ് എ മെൻ ഡോമിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് അവർക്ക് ബൗ ഡൗൺ ചെയ്തില്ലെങ്കിൽ ഇതാണ് അനുഭവിക്കാൻ. അതിന് അനുഭവിച്ച വ്യക്തി ഞാനാണ് ശരിക്കും. അപ്പോൾ ഐ നോ ദ ട്രേഡ് ആൻഡ് ട്രേഡ്സ് ഓഫ് ദിസ് ഇൻഡസ്ട്രി വെരി വെൽ. അത് കാരണം കൊണ്ടാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ ഹേമ കമ്മിറ്റിയിൽ പോയിട്ട് ഐ വാസ് ദ ഫസ്റ്റ് പാർട്ടിസിപ്പന്റ്. അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിൽ ഒറ്റ ഒരു സൊല്യൂഷനേ ഉള്ളൂ, ഒരു ട്രൈബ്യൂണൽ അത് വന്നാലേ ഇത് ശരിയാവും. ബാക്കി നിങ്ങൾ എന്ത് ICCയോ അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ടോ ഇല്ല എന്ത് റെഫർമേഷൻ നിങ്ങൾ പറഞ്ഞാലും നന്നാവാൻ പോകുന്നില്ല. അത് എന്ത് കാരണം കൊണ്ട്? ബിക്കോസ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ്. ഈവൻ നമ്മൾ ഒരു AMMAയോ എന്തെങ്കിലും ഒരു അസോസിയേഷന് പോയാലും നമ്മൾ അവിടെ പരാതി എന്ത് കാരണം കൊണ്ട് പരാതി അവിടെ വരുന്നില്ല. അത് നമ്മൾക്ക് കൃത്യമാണ്. ബിക്കോസ് ഇപ്പൊ വിൻസിയുടെ കേസിൽ തന്നെ ഇവര് ഐ തിങ്ക് ഒരു 2-3 ദിവസത്തേക്ക് മുമ്പ് പറഞ്ഞു 2024 ICC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫസ്റ്റ് കേസാണ് ഇത്. എന്ത് കാരണം കൊണ്ട് ഇത്ര കേസ് പോകുന്നില്ല? എല്ലാവർക്കും അറിയാം. ഇത് അവിടെ ചെന്ന് നമ്മൾ പരാതി കൊടുത്താൽ അത് ഇങ്ങനെ വരും. ബിക്കോസ് യൂട്യൂബിൽ വരും. ബിക്കോസ് ഇപ്പൊ യൂട്യൂബിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് വിட വലുതാണ് വാട്സാപ്പും ഫോൺ കോൾസിലെയും. അപ്പോൾ വേറെ പ്രൊഡ്യൂസേഴ്സും പിന്നെ വേറെ ഒരു സെറ്റിലേക്ക് ഇവൻ നമ്മളെ കാസ്റ്റ് ചെയ്യുമ്പോൾ അവർ തന്നെ ഈ പരാതി അവിടെ വന്ന് നിൽക്കും. അവിടെ ഇടലേ ഇങ്ങനെ ഒരു പരാതിയോടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കരിയർ തന്നെ അവിടെ നഷ്ടപ്പെട്ടു പോവും. ഇത് കാരണം കൊണ്ടാണ് എല്ലാവരും പേടിച്ചിട്ടാണ് അവിടെ പോവാത്തത്. നിങ്ങളിപ്പോ ഒരു ട്രൈബ്യൂണൽ വെക്ക് ചടപടാന് 1000 റിപ്പോർട്ട്സ് അവിടെ വരും. ഇത് ശരിക്കും നന്നാവും ഈ ഇൻഡസ്ട്രി. ശരി രാഹുൽ ഈശ്വർ, ഇനിയിപ്പോൾ ഈ കേസിൽ എന്ത് സംഭവിക്കുമെന്നാണ് രാഹുലിന് തോന്നുന്നത്? ഈ പറയുന്നത് ഇപ്പോൾ വളരെ സഹാനുഭൂതിയോടുകൂടി ഷൈനെ കാണണമെന്നൊക്കെ പറയുമ്പോൾ ഷൈൻ ഇപ്പോൾ തിങ്കളാഴ്ച വീണ്ടും ഹാജരാകും, ചോദ്യം ചെയ്യലുണ്ടാകും, അതിന്മേൽ മറുപടി നൽകും, പിന്നീട് കോടതി നടപടികളുമായി മുന്നോട്ട് പോകും. ഇത് വലിയ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമല്ല. ഈ സിനിമാ മേഖലയിൽ ലഹരിയുമായി മുന്നോട്ട് പോകുന്നവർ ആ നിലയ്ക്ക് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അല്ല, രഞ്ജിനി മാഡം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതുണ്ട്. ഈ ട്രൈബ്യൂണൽ പോലുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഒരു നേരത്തെ സക്രിയ സാർ പറഞ്ഞ ഫിയർ ഓഫ് ലോ, റെസ്പെക്ട് ഫോർ ലോ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതലുണ്ടാകും. ശ്രീ സജീവ് നന്ദിയാട്ട് അടക്കമുള്ളവർക്ക് ഒരുപാട് ഇടപെടാനുള്ള സ്പേസ് ഉണ്ട്. അദ്ദേഹം ഒരുപാട് വർഷം ഇൻഡസ്ട്രി നിന്ന വ്യക്തിയാണ്. ഈ പുതിയ വരുന്ന പിള്ളേർ വഴിതെറ്റി പോകുന്നെങ്കിൽ അവരെ ഒരു ചേട്ടന്റെയോ അല്ലെങ്കിൽ സീനിയറിന്റെയോ ഭാഗത്തു നിന്ന് എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ശരിയാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മൂവി ഇൻഡസ്ട്രിക്ക് തന്നെയാണ്. നേരത്തെ സക്രിയ സാർ റെഫറൻസ് പറഞ്ഞു. പലർക്കും ഒരുപക്ഷെ ഇതറിയില്ലായിരിക്കും. ഈ കരിക്കൻ വില്ല കേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മദ്രാസിലെ കേസ് പാപത്തിന്റെ വഴിയിൽ പോയവരെ തിരിച്ചു കൊണ്ടുവന്ന ഒരുപാട് ചരിത്രമുണ്ട്. അതും കൂടിയാണ് പോലീസ്, അല്ലെങ്കിൽ അതും കൂടിയാണ് നിയമ സംവിധാനം. അതിലേക്ക് എത്താൻ കഴിയട്ടെ. ശരി, ശ്രീ പ്രിയദർശൻ തമ്പി, ഇനിയിപ്പോൾ ഈ കേസിന്റെ രൂപം എന്താകുമെന്നുള്ള കാര്യം താങ്കൾ സൂചിപ്പിച്ചു. കൊക്കൈൻ കേസ് പോലെ തന്നെ അടുത്ത കേസും അങ്ങനെ മായും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അതിനകത്ത് അതിനേക്കാൾ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റിഫോർമേറ്റീവ് തിയറിയൊക്കെയാണ്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കേസിൽ പെട്ടതിന് ശേഷവും 2015 കേസിൽ പെട്ടതിന് ശേഷവും ഈ ഷൈന് സിനിമകൾ കിട്ടുന്നു മാത്രമല്ല, അദ്ദേഹം ഈ ചാനലുകളിലൂടെ മാത്രമല്ല നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത്തരം കോപ്രായങ്ങൾ കാട്ടുമ്പോൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിൽ? ആരാണ് ഇതിന് പിന്നിൽ? അദ്ദേഹം ഒരു ചെറിയ മീൻ മാത്രമാണോ? ഇനിയും വലിയ മീനുകൾ സിനിമാ മേഖലയിൽ ഇത് ഉപയോഗിക്കുന്നവരുണ്ടോ? അതൊക്കെയാണ് ഉയർത്തുന്ന വലിയ ചോദ്യങ്ങൾ. നമുക്കറിയാം, എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ആ പ്രശ്നത്തിൽ ഇടപെടുകയും ആ പ്രശ്നത്തിന് ശബ്ദമുയർത്തുകയും ചെയ്യുന്നത് ആ വിഭാഗത്തിലുള്ളവരാകണം. എന്നാലേ ആ പ്രശ്നം പോലീസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള പൊഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തുവാൻ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകൾ വരണം. ചെറിയ ആളുകൾ വന്നിട്ട് കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. നമ്മൾ അപ്രപാളി എന്നാണ് സിനിമയെക്കുറിച്ച് പറയുന്നത്. നമ്മൾ എന്താ പറയുക, സ്വന്തം ജീവരക്തം പോലെയാണ് സിനിമാ നടന്മാരെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന ഇതിനു മുൻപ് പല ഘട്ടങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ചില നടന്മാരെ ഈ പറഞ്ഞതുപോലെ മാറ്റി നിർത്തും എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ പറയുന്നത്, ഞങ്ങളുടെ സിനിമാ സെറ്റുകളിൽ വരട്ടെ, പോലീസ് വരട്ടെ, പരിശോധന നടത്തട്ടെ, എല്ലാ സെറ്റിലും പരിശോധന നടത്തട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് പോലീസ് വന്നാലും കുഴപ്പമില്ല എന്ന് സിനിമാ നിർമ്മാതാക്കൾ തന്നെ പറഞ്ഞിട്ടും ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനം എത്രത്തോളം തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ്. പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്നാണ് എക്സൈസ് മന്ത്രിയും പറഞ്ഞത്. അപ്പോൾ ഓരോ സ്ഥലത്തുനിന്നും പരാതി ലഭിക്കണമെന്നില്ല. ഈ പറഞ്ഞതുപോലെ ഒരു കുഴപ്പമുണ്ടാക്കണമെന്നില്ല. അവർ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ടാകാം, കുഴപ്പമുണ്ടാക്കാതെ തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാകാം.
പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അതുപോലെ നടന്നു പോകുന്നുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും അത് ശരിയല്ല. കാരണം വെച്ചാൽ സിനിമാ മേഖലയിലെ ഈ പോലീസ് ആയാലും ശരി, എക്സൈസ് ആയാലും ശരി, നമുക്കറിയാം എക്സൈസ് കുറച്ചുകൂടെ പരിണതപ്രജ്ഞരാണ് ഈ നർക്കോട്ടിക് കേസിന്റെ കാര്യത്തിൽ. കാരണം അവര് പലപ്പോഴും എക്സൈസ് എടുക്കുന്ന കേസുകൾ 90% കൺവിക്ഷൻ റേറ്റ് ഉണ്ടാകാറുണ്ട്. പോലീസ് എടുക്കുന്ന കേസുകളിലാണ് കുറവ്. കാരണം പോലീസിന് പണ്ട് ഇത്തരം കേസ് എടുക്കാനുള്ള അധികാരമില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്കും അതിനുള്ള അധികാരമുണ്ട്. പോലീസിന് ഇപ്പോൾ അതിനുള്ള പവേഴ്സ് ഉണ്ട്. പക്ഷേ അവര് കുറച്ചുകൂടെ ഇടപെടണം, നമ്മുടെ മിനിസ്ട്രി ഇടപെടണം. ഇതിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇതിനകത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതൊരു ചെറിയൊരു നിയമപ്രശ്നമായി ഇതിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഒരു നിയമത്തിന്റെ സാങ്കേതികത്വത്തിൽ മാത്രം തൂങ്ങി നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ കാണാൻ ആഗ്രഹിക്കും. കാരണം ഇതൊരു സിനിമാ മേഖലയിൽ നടക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും, ചെറിയ സ്പന്ദനങ്ങൾ പോലും സമൂഹത്തിനൊരു ചൂണ്ടുപലകയാണ്. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കൊച്ചു ചെറുപ്പക്കാരുൾപ്പെടെ ആളുകൾ അവർ ആകർഷിക്കപ്പെടുന്നു എന്നുള്ള വസ്തുത നമുക്കൊരു സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ, സാമൂഹ്യ നിരീക്ഷകർ എന്നുള്ള നിലയിൽ നമുക്ക് കാണാതിരുന്നുകൂടാ. അപ്പൊ അത് നിയമത്തിന്റെ മാത്രം അകക്കണ്ണിൽ കൂടി ഇതിനെ പരിശോധിക്കുകയും അതിനെ അങ്ങനെ മാത്രം കാണാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള പ്രവണതകളെ നമ്മൾ അടിമുടി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള നമ്മളെപ്പോഴും പറയാറുണ്ട് ജീവിതമാണ് ലഹരി എന്ന വലിയ ക്യാമ്പയിനൊക്കെ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെ ക്യാമ്പയിനൊക്കെ നല്ലതാണ്. പക്ഷെ അത് മാത്രം പോരാ. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ എല്ലാ മേഖലകളിലും ഉണ്ട്. അവരെ പോയിന്റ് ഔട്ട് ചെയ്യുവാനും അവരെ പുറത്തു കൊണ്ടുവരുവാനും അത് സമൂഹത്തിനാകെ മാതൃകയാക്കി അവരെ കൊണ്ടുവരുവാനും കഴിയണം എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം മുൻ SP യുടെ ശരിയായ രീതിയിൽ സൂചിപ്പിച്ചു. കാരണം ഈ റിഫോർമേറ്റീവ് തിയറിയാണ് ഈ പണിഷ്മെന്റിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുമ്പോഴും അതൊരു സൊസൈറ്റിക്ക് കൂടി ഒരു പാഠമാകണം. അതാണ് ഏറ്റവും പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NDPS ആക്ടിൽ തന്നെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ, ഉദാഹരണത്തിന് MDMA, ഞാൻ MDMA ഉപയോഗിക്കുന്ന ആളാണെന്ന് വെക്കുക ഒരു വ്യക്തി, 10 ഗ്രാമിൽ കൂടുതൽ MDMA ഉണ്ട് ഒരാളുടെ കൈവശം ഉപയോഗിക്കാനാണെങ്കിൽ പോലും അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ബെയിലില്ല. 180 ഡേയ്സ് കഴിഞ്ഞാൽ പോലും ട്വിൻ കണ്ടീഷൻ കംപ്ലൈ ചെയ്തെങ്കിൽ ഒരിക്കലും ബെയിൽ കിട്ടില്ല. എത്രയോളം ചെറുപ്പക്കാർ ഇന്ന് നമ്മുടെ സബ് ജയിലിൽ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ബെയിലില്ല. അപ്പൊ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസാണ്. അയാളെ ഒന്ന് ഇപ്പൊ നമുക്ക് ഹൈപ്പോത്തറ്റിക്കൽ ആണെങ്കിൽ പോലും പറയാം, അയാളെ ഒന്ന് പിടികൂടിയിരുന്നെങ്കിൽ, സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് അറിയില്ല. അതിനെക്കുറിച്ച് നമ്മൾ നിഗമനത്തിലെത്താൻ കഴിയില്ല. പക്ഷേ ഈ പറയുന്ന കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയിരുന്നെങ്കിൽ അത് വലിയൊരു കേസായി മാറുമായിരുന്നു. വലിയ കേസാകുന്നതിൽ തടസ്സം നിൽക്കുന്ന രീതിയിലാണ് മുൻപും പോലീസ് പ്രവർത്തിച്ചത്, ഇപ്പോഴും പോലീസ് പ്രവർത്തിച്ചിരിക്കുന്നത്. അവിടെയാണ് സംശയം ഉയരുകയും ചെയ്തത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത സജി നന്ദ്യാട്ട്, രഞ്ജിനി, രാഹുൽ ഈശ്വർ, സഖറിയ ജോർജ്, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.